ഹലോ ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ സാലറീസ് അതിൻ്റെ ഒരു റിവിഷനാണ് എടുക്കുന്നത്. സാലറീസ് നമ്മൾ കുറേ വീഡിയോ നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. എല്ലാ എക്സസൈസ് എല്ലാം കൂടി ചേർത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ നോക്കാൻ പോണത് ഇതിൻ്റെ സാലറീസിൽ പഠിക്കാനുള്ള മെയിൻ പോയിൻറ്റുകളെല്ലാം, എല്ലാ പ്രൊവിഷൻസ് എല്ലാം നമ്മൾ നന്നായിട്ട് തന്നെ പറഞ്ഞു പോകും. പറഞ്ഞ് മനസ്സിലാവുന്ന രീതിയിൽ നന്നായിട്ട് പറഞ്ഞു പോകും. അത് ആ പ്രൊവിഷൻസ് നമുക്ക് നല്ല കറക്റ്റായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് സാലറീസിൽ നമ്മൾ മുന്നേ ഇട്ടത് അതുവരെ ഇട്ടതിരുന്നത് നമ്മൾ ഓരോന്നും എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ അതിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. അങ്ങനെയാണ് ഈ പ്രോബ്ലംസ് ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ പ്രോബ്ലംസ് എന്നുള്ളത് നമുക്ക് ആ ഒരു കണ്ടൻറ്റ് ഇപ്പോൾ അല്ലെങ്കിൽ എൻ്റെ പ്രൊവിഷൻ ഒരുവിധം എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യണമെന്നുള്ള ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആ പ്രോബ്ലം ചെയ്താൽ നമുക്ക് ഉപകരിക്കും. ഓക്കെ, അതല്ലാണ്ട് എക്സാമിന് അങ്ങനെയുള്ള പ്രോബ്ലം ഒന്നുമല്ല വരണത്. എല്ലാത്തിൽ നിന്നും ഓരോന്ന് എടുത്തിട്ടാണ് നമുക്ക് എക്സാമിന് ഒരു ഇതായിട്ട് ചോദിക്കണം. ഇപ്പോൾ സാലറി എന്നുള്ള ഒരു ഇത് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് എന്താണ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഉണ്ടാവും, അലവൻസ് ഉണ്ടാവും, പെർക്ക് ഉണ്ടാവും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും ഓരോന്നൊക്കെ എടുത്തിട്ടായിരിക്കുള്ളൂ അവർ സാലറിയുടെ ഒരു പ്രോബ്ലം ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഒറ്റ ഇതിൽ കൊണ്ട് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഏതെങ്കിലും ഒരെണ്ണം ഗ്രാറ്റുവിറ്റി മാത്രം ചെയ്യുക അല്ലെങ്കിൽ പെൻഷൻ മാത്രം ചെയ്യുന്നൊന്നും അങ്ങനെ റെയറായിട്ട് ചോദിച്ചത്ര റെയറായിട്ട് അങ്ങനെയൊക്കെ ചോദിക്കുകയുള്ളൂ. നമുക്കിതാണ് പ്രൊവിഷൻസാണ് കറക്റ്റായിട്ട് ടാക്സിനെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോണത്. അപ്പോൾ ഈ പ്രൊവിഷൻസ് എല്ലാം നമ്മൾ ഒരുവിധം എല്ലാ പോയിന്റുകളും നമുക്ക് നല്ല ബൈഹാർട്ടായിട്ട് അല്ലെങ്കിൽ നല്ലതായിട്ട് മനസ്സിലാക്കി അറിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം എങ്ങനത്തെ ചോദിച്ചാലും നമുക്കിത് ഈസി ആയിട്ട് മേക്കപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ സാലറീസിൽ നമുക്ക് പഠിക്കേണ്ട സെക്ഷൻ എന്ന് പറയുന്നത് 15 17 വരേക്കുമാണ് സാലറിയിൽ പഠിക്കേണ്ടത്. അപ്പോൾ സാലറിയിൽ പഠിക്കേണ്ടത് 15 17 വരേക്കാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സെക്ഷൻ 15 ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനായിട്ട് പറയുന്നത്. ഓക്കെ, എന്താണത്? ചാർജബിലിറ്റിയാണ്. സാലറിയുടെ ചാർജബിലിറ്റിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് എന്ത്? സെക്ഷൻ 15 സാലറിയുടെ ചാർജബിലിറ്റിനെ കുറിച്ച് പറയണത്. ഓക്കെ, ഇനി എന്താണ്? ഇനി നമുക്ക് ആ ചാർജബിലിറ്റിയിൽ എന്തൊക്കെ കാര്യങ്ങൾ വരണമെന്നുള്ളത് എന്താണ്? ഫസ്റ്റ് ചാർജബിലിറ്റി പറയുന്നതാണ് എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പിനെ കുറിച്ച്. അത് കഴിഞ്ഞിട്ട് പറയണതാണ് ബേസിസ് ഓഫ് ചാർജസ്, എങ്ങനെയൊക്കെ സാലറിയിൽ വരും, ചാർജ് ചെയ്യും എന്നുള്ള കാര്യം. പിന്നെ പറയണതാണ് നമുക്ക് പ്ലേസ് ഓഫ് അക്രൂവൽ ഓഫ് സാലറിനെ കുറിച്ച്. പിന്നെ പറയുന്നതാണ് വേറൊരു കാര്യമാണ് ടാക്സ് ഫ്രീ സാലറി. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ ചാർജബിലിറ്റി എന്നുള്ള ഒരു ഹെഡിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്. അത് അറിഞ്ഞാലല്ലേ നമുക്കത് സാലറിയിൽ വരുള്ളൂ. ഒരു സാലറിയിൽ ഹെഡിൽ നമ്മൾ ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കണം? എംപ്ലോയർ, ഞാൻ എന്ന് എഴുതുവാണ്, എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. എംപ്ലോയിക്ക് കൊടുക്കുവാണ്. എംപ്ലോയർ എംപ്ലോയി, ഇതല്ല എൻ്റെ ഒറിജിനൽ ഷോർട്ട് ഫോം അല്ല. അത് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഈസി ആയിട്ട് ടൈപ്പ് ചെയ്ത് പോകാനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനായിട്ടുള്ള ഇത് ഞാൻ എന്ന് കൊടുക്കുന്നതേ ഉള്ളൂ. നിങ്ങളിങ്ങനെ എഴുതി പഠിക്കരുത്. അപ്പോൾ എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം അല്ലേ? എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉള്ളതിന് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? സാലറിയിൽ ചാർജ് ചെയ്യുള്ളൂ. സാലറിയുടെ ഹെഡിൽ നമ്മൾ ചാർജ് ചെയ്യുള്ളൂ. ഇത് ചെയ്യണത് എംപ്ലോയർ എംപ്ലോയി റിലേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പാസ്റ്റ് എംപ്ലോയർ ആവാം, അല്ലെങ്കിൽ പ്രസന്റ് എംപ്ലോയർ ആവാം, അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചർ എംപ്ലോയർ ആണെങ്കിൽ കൂടി നമ്മൾ അത് എന്ത് ചെയ്യും? സാലറിയിലാണ് അത് ടാക്സ് ചെയ്യാനായിട്ട് പോണത്. ഇനി സാലറിയിൽ അപ്പോൾ ടാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ നമ്മൾ ചാർജ് ചെയ്യും? പോട്ടെ, നമ്മൾ ഏതൊക്കെ ചാർജ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഓക്കെ, എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്ന ഐറ്റംസ് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഏതൊക്കെയാണ് സാലറിയിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കണേ എന്നുള്ളത്. ഒന്ന് ഫസ്റ്റ് വൺ പറയുന്നതാണ് ഏജന്റ് പ്രിൻസിപ്പിൾ. നമുക്ക് അറിയാം അല്ലേ? ഏജന്റ് പ്രിൻസിപ്പിൾ എന്നുള്ളത് ഒരിക്കലും എന്താണ് സാലറിയുടെ ഇതിൽ അണ്ടറിലല്ല പറഞ്ഞത്. അത് സെപ്പറേറ്റ് ആയിട്ടാണ് അത് ചാർജ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സാലറിയുടെ ഹെഡിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു എമൗണ്ടും സാലറിയുടെ ഹെഡിൽ ചാർജ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, ഇനി അതേപോലെ തന്നെ എന്താണ് പാർട്ട്ണറിന്റെ സാലറി? പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന്
പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പാർട്ട്ണർക്ക് കിട്ടുന്ന സാലറിയും അത് എന്തായിട്ട് എടുക്കാൻ പാടില്ല, അത് ഒരിക്കലും സാലറി എന്നുള്ള ഹെഡിൽ എടുത്തിട്ട് വരാനായിട്ട് പാടില്ല. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്തത് നമുക്ക് നോക്കേണ്ടതാണ് MP MLA അല്ലേ. നമ്മളുടെ MP മാർക്കും MLA മാർക്കും കിട്ടുന്ന സാലറി, അതും ഒരിക്കലും എന്താണ് സാലറി എന്നുള്ള ഹെഡിലല്ല അത് ചാർജ് ചെയ്യേണ്ടത്. പിന്നെ എന്താണ്? പിന്നെ ഡയറക്ടറുടെ റെമ്യൂണറേഷൻ. ഡയറക്ടേഴ്സിന്റെ റെമ്യൂണറേഷൻ എന്താണ്? അതും ഒരിക്കലും എന്താണ് സാലറി എന്നുള്ള ഹെഡിലല്ല വരേണ്ടത്. ഇനി അവര് എങ്ങനെയാണെങ്കിൽ മാത്രം അവരവിടെ ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവിടെ എഗ്രിമെന്റ് അനുസരിച്ച് അവർ ഡയറക്ടറുമാണ് അവിടുത്തെ എന്താണ് എംപ്ലോയി ആണെന്ന് പറയുകയാണെങ്കിൽ മാത്രം എന്തായിട്ട് വരാം, സാലറി എന്നുള്ള ഹെഡിൽ വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്ടറുടെ റെമ്യൂണറേഷൻ ഈ ഹെഡിൽ എടുക്കാനായിട്ട് പാടില്ല. ഓക്കെ, ഇനി അതേപോലെ പ്രൊഫഷണൽ CA CMA അങ്ങനെ ഒക്കെയുള്ള പ്രൊഫഷണൽസിന്റെ സാലറിയും ഒരിക്കലും അവർക്ക് കിട്ടുന്ന എമൗണ്ടും ഒരിക്കലും എന്തായിട്ട് എടുക്കാൻ പാടില്ല, ഒരിക്കലും ഈ സാലറി എന്നുള്ള ഹെഡിൽ വരാനായിട്ട് പാടില്ല. ഓക്കെ, പ്രൊഫഷണൽസിന് കിട്ടുന്ന എമൗണ്ട്. ഇനി എന്താണ്? ഓഡിറ്റർ ജനറലിന് കിട്ടുന്ന സാലറി, ജനറലിന് കിട്ടുന്ന എമൗണ്ടും എന്തായിട്ട് വരാൻ പാടില്ല, സാലറി എന്നുള്ള ഹെഡിൽ വരാൻ പാടില്ല. അതേപോലെ തന്നെയുള്ളതാണ് ഡയറക്ടറിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അതിന്റെ കൂടെ പറയേണ്ട ഒന്നാണ് എന്താണ്, ഡയറക്ടറിന് കിട്ടുന്ന സിറ്റിംഗ് ഫീയും എന്തായിട്ട് വരാൻ പാടില്ല, നമുക്ക് സാലറി എന്നുള്ള ഹെഡിൽ വരാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ എന്തൊക്കെ സാലറി എന്നുള്ള ഹെഡിൽ വരാൻ പാടില്ല? ഏജന്റ് പ്രിൻസിപ്പൽ റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് വരാൻ പാടില്ല, പാർട്ട്ണർക്ക് കിട്ടുന്ന സാലറി വരാൻ പാടില്ല, MP MLAക്ക് കിട്ടുന്ന എമൗണ്ട് വരാൻ പാടില്ല, ഡയറക്ടേഴ്സിന് കിട്ടുന്ന റെമ്യൂണറേഷൻ വരാൻ പാടില്ല, ഡയറക്ടേഴ്സിന് കിട്ടുന്ന സിറ്റിംഗ് ഫീ വരാൻ പാടില്ല, ഡയറക്ടേഴ്സിന് റെമ്യൂണറേഷൻ വരാൻ പാടില്ല. അത് ഓക്കെയാണ്, പക്ഷെ അവർ എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ട് എന്തും കൂടി വരാം, ഡയറക്ടർ അവിടുത്തെ എംപ്ലോയി കൂടിയാണെന്ന് വരുവാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന സാലറി തീർച്ചയായിട്ടും സാലറി എന്നുള്ള ഹെഡിൽ എടുക്കാം. പ്രൊഫഷണൽസിന് കിട്ടുന്ന എമൗണ്ട് എടുക്കാൻ പാടില്ല, ഓഡിറ്റർ ജനറലിന് കിട്ടുന്ന എമൗണ്ട് എടുക്കാൻ പാടില്ല. അപ്പം നമുക്ക് ഏതൊക്കെ എടുക്കാം? നമ്മൾ സാധാരണ ഒരു വർക്ക് എഗ്രിമെന്റ് പ്രകാരം നമുക്ക് സാധാരണ ഇതിൽ കിട്ടുന്ന എമൗണ്ട് അല്ലെ, ഒരു എഗ്രിമെന്റ് പ്രകാരം എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് അങ്ങനെ കിട്ടുന്ന ഒരു എമൗണ്ട് മാത്രമേ നമ്മൾ എന്തായിട്ട് എടുക്കുകയുള്ളൂ, സാലറി എന്നുള്ള ഹെഡിൽ എടുക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് അത് ഏതൊക്കെ വരാം? ഇപ്പൊ നമുക്ക് സാധാരണക്കാര് ഒരു വർക്ക് ചെയ്യേണ്ട, ഒരു ഓഫീസിൽ പോയി വർക്ക് ചെയ്യേണ്ട, അതൊക്കെ നമുക്ക് സാലറി ആയിട്ട് വരുമെന്ന് നമുക്കറിയാം. ഇനി നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യണം കുറച്ച്, നമ്മൾ പ്രതീക്ഷിക്കാത്ത 1-2 കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ജഡ്ജസിന്റെ. ഓക്കെ, ഒരു ജഡ്ജസിന് കിട്ടുന്ന എമൗണ്ട് അതെന്തായിട്ടാണ്, അത് സാലറി ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, സാലറി ആയിട്ട് തന്നെയാണ് അവർ അതിൽ കാണിക്കുന്നത്. അവരെന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫംഗ്ഷണറീസ് ആണ്, അതുകൊണ്ട് അതിന് ജഡ്ജസിന് കിട്ടുന്നത് അത് എന്തായിട്ടാണ്, സാലറി ആയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്യണത്. അതേപോലെ തന്നെ ഇൻക്ലൂഡ് ചെയ്യണ ഒന്നാണ് എന്താണ്, സാലറി റിസീവ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് ഗവൺമെന്റ് അല്ലെ. മിനിസ്ട്രി ഓഫ് ഗവൺമെന്റും എന്തായിട്ടാണ് കാണിക്കുന്നത്, സാലറി എന്നുള്ള ഹെഡിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, മിനിസ്ട്രി ഓഫ് ഗവൺമെന്റും സാലറി എന്നുള്ള ഹെഡിൽ തന്നെയാണ് ചാർജ് ചെയ്യണത്. ഓക്കെ, ഇത് രണ്ടുമാണ് നമുക്ക് എന്താ പറയണത്, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഇത് നമുക്ക് സാലറി എന്നുള്ള ഒരു ഹെഡിൽ വരുന്നത്. പിന്നെ ഇവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നോക്കേണ്ട ഒരു പോയിന്റാണ് കോൺട്രാക്ട് ഓഫ് സർവീസും കോൺട്രാക്ട് ഫോർ സർവീസ് എന്നുള്ളത്. ഓക്കെ, കോൺട്രാക്ട് ഓഫ് സർവീസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സാലറി ആയിട്ടാണ് കണക്കാക്കുന്നത്. കോൺട്രാക്ട് ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ അതിനെ എന്തായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്, സാലറി ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് അവിടെ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ട്, ഫസ്റ്റ് പോയിന്റ്. അതേപോലെ തന്നെ എന്താണ്, എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, എംപ്ലോയർക്ക്
ഡയറക്റ്റ് എംപ്ലോയിനെ കൺട്രോൾ ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും സാധിക്കും. എംപ്ലോയിയുടെ ഡ്യൂട്ടീനെയും അതിൻ്റെ മാനർ ഓഫ് പെർഫോമൻസിനെയും കൺട്രോൾ ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും ആർക്ക് സാധിക്കുന്നുണ്ടാവും? എംപ്ലോയർക്ക് സാധിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് അത് എന്തിൻ്റെ ഹെഡിൽ വരുന്നത്? സാലറി എന്നുള്ള ഇതിൻ്റെ ഹെഡിൽ വരുന്നത്. ഓക്കെ, അതാണ് കോൺട്രാക്ട് ഓഫ് സർവീസ് എന്ന് പറയുന്നത്. ഇനി കോൺട്രാക്ട് ഫോർ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് PGBP എന്നുള്ള ഹെഡിലാണ് വരുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ കോൺട്രാക്റ്റിക്കാണ് കോൺട്രാക്റ്റിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് കോട്ട് ചെയ്യാൻ പറ്റും. അവർ ചെയ്യുന്ന ടാർഗറ്റ്, അവർ ചെയ്യുന്ന ഒബ്ജക്റ്റിനെ കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ഡിസൈഡ് ചെയ്യാനും അവർക്ക് അവർക്ക് കോട്ട് ചെയ്യാനും സാധിക്കും. അവർക്ക് എന്ത് ചെയ്യാം? പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല? അവർക്ക് മാനർ ഓഫ് പെർഫോമൻസ് ഡിസൈഡ് ചെയ്യാനായിട്ട് കഴിയില്ല. ഓക്കെ, അവർക്ക് മാനർ ഓഫ് പെർഫോമൻസ് ഡിസൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പം അത് ഏതിലാ പറഞ്ഞത്? കോൺട്രാക്ട് ഫോർ സർവീസ് എന്ന് പറയുന്നത് നമ്മൾ ഇടുന്നത് PGBPയിലാണ്. ഓക്കെ, മറ്റേത് കോൺട്രാക്ട് ഓഫ് സർവീസ് എന്ന് പറയുന്നത് അത് സാലറിയിലാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള അടുത്ത കാര്യമാണ് ഫോർഗോൺ സാലറി, സറണ്ടർ സാലറി എന്ന് പറഞ്ഞിട്ട്. ഫോർഗോൺ സാലറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സാലറി കിട്ടി, ഓക്കെ, നമ്മൾ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും, കയ്യിൽ വാങ്ങിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ സാലറി എടുത്തിട്ട് ഈ മാസം ഞാൻ എന്തായാലും എനിക്ക് ഞാൻ എൻ്റെ കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാനില്ല, ഞാനതൊരു ചാരിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഞാനൊരു ഡൊണേഷന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാലറിയിൽ ടാക്സ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇല്ല. അതൊരിക്കലും എന്താണ്? അത് നമ്മൾ കിട്ടിയിട്ട് നമ്മളായിട്ട് അത് യൂസ് ചെയ്യുകയാണ്, അല്ലേ? നമ്മളത് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ചാരിറ്റി പർപ്പസിന് ഉപയോഗിക്കാം. അത് നമ്മളുടെ ഇഷ്ടമാണ്. അത് പക്ഷേ അതെന്താ ടാക്സ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതെപ്പോഴും എന്തായിരിക്കുള്ളൂ? അത് ടാക്സബിൾ തന്നെയായിരിക്കും. സാലറിയുടെ കേസസിൽ അത് ടാക്സബിൾ തന്നെയായിരിക്കും. അതിനെയാണ് ഫോർഗോൺ സാലറി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ എംപ്ലോയറുടെ അടുത്ത് നമ്മൾ പറയുകയാണ്, എനിക്ക് ഈ മാസത്തെ സാലറി വേണ്ട കേട്ടോ, അത് സാർ അവിടുത്തെ ആ ചാറ്റിക്ക് അല്ലെങ്കിൽ അവർക്ക് ആ ഡൊണേഷനായിട്ട് കൊടുത്തോളൂ എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും എന്താണ്? നമ്മൾക്കത് സാലറി എന്നുള്ള ഹെഡിൽ ആ എമൗണ്ട് വരാതിരിക്കില്ല. അതൊരു ആപ്ലിക്കേഷൻ ഓഫ് ഇൻകം മാതിരിയാണ്. നമ്മൾ വാങ്ങിയിട്ട് നമ്മളത് ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ തന്നെ വരുള്ളൂ. അതെന്തായിട്ടേ വരുള്ളൂ? അത് ടാക്സബിൾ ആവും. സാലറിയുടെ കേസിൽ സാലറിയുടെ അണ്ടറിൽ തന്നെ അത് ടാക്സബിൾ ആവുകയും ചെയ്യും. ഇനി സറണ്ടർ ഓഫ് സാലറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ടാക്സബിൾ ആവില്ല. അതെന്തായിരിക്കുള്ളൂ? ആ സറണ്ടർ ചെയ്യണം നമ്മൾ സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കുള്ളൂ. എങ്ങനെ? അണ്ടർ സെക്ഷൻ 2 ഓഫ് വോളണ്ടറി സറണ്ടർ ഓഫ് സാലറി ആക്ട് 1961. എന്താണ്? അണ്ടർ സറണ്ടർ ചെയ്യണ ആർക്കായിരിക്കുള്ളൂ? സെൻട്രൽ ഗവൺമെൻറ്റിനായിരിക്കും. അണ്ടർ സെക്ഷൻ 2 അനുസരിച്ച് വോളണ്ടറി സറണ്ടർ ഓഫ് ആക്ട് 1961 അനുസരിച്ചായിരിക്കുള്ളൂ നമ്മൾ എന്ത് ചെയ്യണത്? അത് സറണ്ടർ ചെയ്യണം. അതെന്തായിരിക്കുള്ളൂ? അത് നോൺ ടാക്സബിൾ ആയിരിക്കും. അതായത് ടാക്സ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇനി നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ് ബേസിസ് ഓഫ് ചാർജസ്. ബേസിസ് ഓഫ് ചാർജസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് സാലറി ടാക്സ് ചെയ്യണ ഏതൊക്കെ ബേസിസിലാണെന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ അത് ഒന്നില്ലാന്നുണ്ടെങ്കിൽ റെസീപ്റ്റ് ബേസിസിലെടുക്കാം. ഓക്കെ, റെസീപ്റ്റ് ബേസിസിലെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിട്ട് എടുക്കും? റെസീപ്റ്റ് ആവണ അനുസരിച്ച് അല്ലെങ്കിൽ ഡ്യൂ ആവണ അനുസരിച്ച്. ഓക്കെ, ഡ്യൂ ആവണ അനുസരിച്ച് അല്ലെങ്കിൽ റെസീപ്റ്റ് ആവണ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യണത്? സാലറിയിൽ ടാക്സ് ചെയ്യണത്. സാലറിയിൽ ടാക്സ് ചെയ്യണ ഏതനുസരിച്ചാണ്? ഒന്നില്ലെങ്കിൽ റെസീപ്റ്റ് ബേസിസിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഡ്യൂ ബേസിസിലാണ് നമ്മൾ സാലറിയിൽ ടാക്സ് ചെയ്യണത്. ഇപ്പോൾ ഏകദേശം ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് അഡ്വാൻസ് സാലറി കിട്ടുവാണ്. ഓക്കെ, നമുക്ക് അടുത്ത മാസം സാലറി നമ്മൾ ഇപ്പോഴേ അഡ്വാൻസ് ആയിട്ട് വാങ്ങിക്കുകയാണ്. അത് ഡ്യൂ ആവുന്നത് എന്തായിരിക്കും? അടുത്ത മാസം ഒരിക്കലും, അടുത്ത മാസം ലാസ്റ്റ് ആകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റിലായിരിക്കും ഡ്യൂ ആവണത്. പക്ഷെ നമുക്ക് ഈ മാസം എന്തായിരിക്കുള്ളൂ? അത് നമ്മൾ വാങ്ങി. അപ്പോൾ അവിടെ നോക്കേണ്ടത് ഡ്യൂ ബേസിസ് ആണോ റെസീപ്റ്റ് ബേസിസ് ആണോ? ഏതാണ് മുന്നേ വന്നത്? ആദ്യം വന്നത് അവിടെ റെസീപ്റ്റ് ബേസിസ് ആണ് ആദ്യം വന്നത്. അതുകൊണ്ട് അത് അവിടെ നോക്കേണ്ടത് റെസീപ്റ്റ് ആണ് നോക്കേണ്ടത്. ഓക്കെ, ഇനി അതല്ലാത്ത കേസ് ഉണ്ട്. ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി, അല്ലേ? ഇപ്പോൾ എന്താണ്? മാർച്ചിലെ സാലറി നമുക്ക് ഏപ്രിലാണ് ഡ്യൂ ആവുള്ളൂ. അപ്പോൾ പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളത് മാർച്ചിൽ തന്നെ നമുക്ക് ആ ഇയർ എൻഡ് ക്ലോസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? അത് അതിലേക്ക് അക്കൗണ്ട് ചെയ്യണം. അവിടെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ റെസീപ്റ്റ് കിട്ടട്ടെ, ഏപ്രിലിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? ആ മാർച്ചിലെ സാലറി അല്ലേ, മാർച്ച് ലാസ്റ്റ് ആകുമ്പോൾ ഡ്യൂ ആവും, ആ ഒരു
തീയതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ടാക്സ് ചെയ്യും. നമുക്ക് കിട്ടി എന്നുള്ള പോലെ അല്ലെങ്കിൽ കിട്ടാനുണ്ട് എന്നുള്ള പോലെ ടാക്സ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഡ്യൂ ബേസിസ് ആണ് അവിടെ എടുക്കുന്നത്. ഓക്കെ, ഇനി അരിയേഴ്സ് ആ സാലറി ആണെങ്കിലോ നമുക്ക് ഒന്നാമത് കിട്ടാനുള്ള സാലറി ഇതുവരെ കിട്ടിയിട്ടില്ല, എന്ന് കിട്ടുമെന്ന് അറിയില്ല. അപ്പം നമുക്ക് അവിടെ ഡ്യൂ നോക്കാൻ പറ്റുമോ? ഇല്ല. അവിടെ നമ്മൾ നോക്കണം എന്താണ്, എന്ന് കിട്ടിയോ അന്ന് അവിടെ ടാക്സ് ആണ്. അതാണ് അരിയേഴ്സ് ഓഫ് സാലറി റെസീപ്റ്റ് ബേസിസിലാണ് ടാക്സ് ആവണത്. ഓക്കെ, ഇനി ഇവിടെ ഒരു അക്രൂവൽ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. ആ അക്രൂവൽ എന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർഹത നേടുക എന്നുള്ളതാണ്. ഓക്കെ, നമുക്കൊരു സാലറി ഈ മാസം സാലറി ഈ മാസത്തോടെ 30 അല്ലെങ്കിൽ 31 ആകുമ്പോഴേക്കും നമുക്ക് ആ മാസം സാലറിക്കുള്ള അർഹത നമ്മൾ കിട്ടിക്കഴിഞ്ഞു അല്ലെ, അക്രൂവൽ ആ അർഹത നമ്മൾ നേടിക്കഴിഞ്ഞു. അത് പക്ഷെ ഡ്യൂ ആവണത് ഏത് ഡേറ്റിലാണോ അവിടെ സാലറി നമുക്ക് എഗ്രിമെന്റിൽ സൈൻ ചെയ്ത് 4th ഫസ്റ്റ് ഡേറ്റിൽ അല്ലെങ്കിൽ ആ മാസം ലാസ്റ്റ് തന്നെ, അങ്ങനെയൊക്കെ ഏത് ഡേറ്റിലാണോ നമ്മൾ വെച്ചിരിക്കുന്നത് ആ ഡേറ്റിലാണ് ഡ്യൂ ആവുന്നത്. റെസിപ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് എന്ന് കിട്ടുന്നോ ആ ഒരു ഡേറ്റ് ആണ് റെസിപ്റ്റ്. സാലറിയെ സംബന്ധിച്ചോളം ഡ്യൂവും റെസിപ്റ്റും മാത്രം നോക്കിയാൽ മതി. അക്രൂവൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് സാലറിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഓക്കെ, ഇനി നമുക്കിവിടെ നോക്കാനുള്ള വേറൊരു കാര്യമാണ് പ്ലേസ് ഓഫ് അക്രൂവൽ ഓഫ് സാലറി. ഓക്കെ, പ്ലേസ് ഓഫ് അക്രൂവൽ ഓഫ് സാലറി. സാലറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അല്ലെ, സാലറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ റിസീവ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തായിരിക്കും, ടാക്സബിൾ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അതിന് അങ്ങനെ പ്ലേസ് ഓഫ് അക്രൂവൽ സാലറി എന്ന് വെച്ചാൽ ഇന്ത്യയിൽ റിസീവ് ചെയ്യാം. അത് സാലറിയുടെ ഇതിലാണ്, ഇന്ത്യയിൽ എങ്ങനെ റിസീവ് ചെയ്താലും നമുക്കതെന്താ സാലറിയുടെ കോൺട്രാക്ട് അനുസരിച്ച് നമ്മൾ റിസീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സാലറി എന്നുള്ള ഹെഡിൽ ടാക്സ് ചെയ്യും. അതേപോലെ തന്നെ മെയിനായിട്ട് ഒരെണ്ണം കൂടി പറയുന്നുണ്ട്, ടീച്ചേഴ്സിനൊക്കെയുള്ള. ഓക്കെ, ടീച്ചേഴ്സിനൊക്കെയുള്ള ഇപ്പോൾ ടീച്ചേഴ്സിന് എന്താണ്, ഇപ്പോൾ ഏപ്രിൽ മെയ് ഒക്കെ അവർക്ക് ലീവ് ആയിരിക്കുള്ളൂ, പക്ഷെ അവർക്ക് അവിടെ സാലറി കിട്ടാതിരിക്കും. ഇല്ല, അവർക്ക് അവിടെ സാലറി കൊടുക്കും അല്ലേ, സാലറി കൊടുക്കുക. ആ ലീവ് പീരീഡ്, അതായത് നമ്മുടെ ഒരു കോൺട്രാക്ട് എഗ്രിമെന്റ് എംപ്ലോയറും തമ്മിലുള്ള കോൺട്രാക്ട് എഗ്രിമെന്റ് പ്രകാരം ആ ലീവ് പീരീഡിൽ കൊടുക്കുന്ന സാലറിയും നമ്മൾ ഏതിലായിട്ട് കണക്കാക്കുള്ളൂ, സാലറി ആയിട്ട് തന്നെ കണക്കാക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ വാങ്ങിക്കുന്ന സാലറി, എംപ്ലോയർ റിലേഷൻഷിപ്പിൽ വാങ്ങിക്കുന്ന, ഇന്ത്യയിൽ എവിടെ വാങ്ങിച്ചാലും റെൻഡർ ചെയ്യുന്ന സാലറിയെ നമ്മൾ എന്തായിട്ടാണ് സാലറി എന്നുള്ള ഹെഡിലേ വരുള്ളൂ. പക്ഷെ അതിനൊരു എക്സംഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരെണ്ണം പഠിച്ചു, ബേസിക് പഠിച്ചു എന്താണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ സിറ്റിസന് എന്താണ് ഔട്ട്സൈഡ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുമ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കുന്ന സാലറി, അതും എന്തിലായിട്ടാണ് നമ്മൾ പറഞ്ഞില്ലേ, ഇന്ത്യൻ ഇൻകോ ആയിട്ടാണ് കണക്കാക്കുന്നതെന്ന്. അപ്പം അതും എന്തായിട്ട് എടുക്കുള്ളൂ, സാലറി എന്നുള്ള ഹെഡിൽ തന്നെ എടുക്കുള്ളൂ. അതിനുള്ള ആ ഫസ്റ്റ് പോയിന്റ്, സർവീസ് റെൻഡേർഡ് ഇൻ ഇന്ത്യ എന്നുള്ളതിന് ഒരു എക്സംഷൻ ആണ് ആ ഒരു കേസ്. ഓക്കെ, ഇനി അടുത്ത ഒന്ന് പഠിക്കാനുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാനേ ഉള്ളൂ. എന്താണ് ടാക്സ് ഫ്രീ സാലറി? ടാക്സ് ഫ്രീ സാലറി എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടാക്സ്, നമുക്ക് ആ ടാക്സ് എംപ്ലോയിക്ക് വേണ്ടി എംപ്ലോയർ ആയിരിക്കും ആ ടാക്സ് പേ ചെയ്യണത്. ഓക്കെ, അതായത് നമുക്ക് സാലറി കിട്ടിക്കഴിയുമ്പോൾ അതിന്റെ ടാക്സ് അത് വീഴണം, നമ്മൾ തന്നെ പേ ചെയ്യണം. പക്ഷെ അതല്ല, എംപ്ലോയർ ആയിരിക്കും എംപ്ലോയിക്ക് വേണ്ടിയിട്ടുള്ള ടാക്സ് പേ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എംപ്ലോയി അവരുടെ IT റിട്ടേൺ കാണിക്കാൻ നേരത്ത് ഇപ്പൊ എംപ്ലോയിക്ക് കിട്ടിയിരിക്കുന്ന സാലറി 10,000. ഓക്കെ, 10,000 എംപ്ലോയിക്ക് കിട്ടിയിരിക്കുന്ന സാലറി, അതിൽ 1,000 ടാക്സ് ആണെന്ന് വിചാരിച്ചു. ഈ ടാക്സ് പേ ചെയ്തത് എംപ്ലോയർ ആണ്. പക്ഷെ എംപ്ലോയി ഇനി IT റിട്ടേൺ കാണിക്കാൻ നേരത്ത് ഈ ടാക്സും കൂടി ചേർത്തുള്ള എമൗണ്ട്, സാലറി മാത്രം കാണിച്ചാൽ പോരാ, സാലറി പ്ലസ് ടാക്സും കൂടി ചേർത്തുള്ള എമൗണ്ട് 11,000 ആക്കിയിട്ട് എന്തായിട്ട് കാണിക്കണം, അവരുടെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ നേരത്ത് സാലറിയിൽ 11,000 ആക്കിയിട്ട് എംപ്ലോയി റിട്ടേൺ ഫയൽ ചെയ്യണം. ഓക്കെ, 10,000 ആയിട്ടാണ് നമ്മൾ സാധാരണ ഫയൽ ചെയ്യാറ്, എത്ര സാലറിയോ അതേ കാണിക്കാൻ പാടുള്ളൂ. പക്ഷെ നമുക്ക് ടാക്സ് അടിച്ചത് എംപ്ലോയർ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു പീരീഡിന് മാത്രം നമ്മൾ നമ്മുടെ സാലറി കാണിക്കേണ്ട ടാക്സും കൂടി ഇൻക്ലൂഡ് ചെയ്ത എമൗണ്ട് ആണ് എംപ്ലോയി റിട്ടേണിൽ ഫയൽ ചെയ്യുമ്പോൾ കാണിക്കേണ്ടത്. ഓക്കെ, ഇനി അത് ഈ സാലറിയുടെ കേസിൽ ഇനി പെർക്യൂസിറ്റ് എന്തെങ്കിലും എംപ്ലോയിക്ക് തന്നിട്ട് എംപ്ലോയർ അതിന് ടാക്സ് അടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ എംപ്ലോയി സാലറിയുടെ ഇതും കൂടി ചേർത്തൊന്നും കാണിക്കണ്ട. പെർക്ക് തന്നിട്ട് അത് എംപ്ലോയർ ടാക്സ് എടുക്കുവാണ്. ഇപ്പൊ സാലറി തന്നിട്ടില്ല, ഇതേപോലെ പെർക്ക് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കും. പെർക്ക് തന്നിട്ട് ഇതേപോലെ തന്നെ എംപ്ലോയർ വന്ന് എന്തെങ്കിലും ഒരു ടാക്സ് അടക്കേണ്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എംപ്ലോയി ഒരിക്കലും അത് ആ ടാക്സും കൂടി ചേർത്ത് എംപ്ലോയിയുടെ സാലറിയിൽ കാണിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഈ ഒരു കേസ് മാത്രം, ടാക്സ് ഫ്രീ സാലറി മാത്രം എംപ്ലോയി എന്തായിട്ട് കാണിക്കണം, അവരുടെ ടാക്സും കൂടി ചേർത്ത് കാണിക്കണം. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നതാണ് അലവൻസസ്. ഓക്കെ,
അലവൻസസിന് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ഉണ്ട്, പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസ് ഉണ്ട്, ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസ് ഉണ്ട്. ഓക്കെ, 3 തരത്തിലുള്ള അലവൻസ് ഉണ്ട്. ഇത് നമുക്ക് ഓൾഡ് റെജീമിനും പിന്നെന്താ ഡിഫോൾട്ട് റെജീമിനും അതായത് ന്യൂ റെജീമിനും ഒക്കെ വരണ തരത്തിലുള്ളത് ഉണ്ട്. ഓക്കെ, അത് രണ്ടും, അതായത് ഈ അലവൻസിൻ്റെ കാര്യം എടുക്കാൻ നേരത്ത് നമുക്ക് രണ്ടും കൺസിഡർ ചെയ്യണം. ചിലത് കേസിൽ നമുക്ക് 2 പേർക്ക് ഒരേപോലെ കിട്ടും, ചിലതിന് കുറച്ച് മാത്രം പുതിയ റെജീമിന് കിട്ടും, ചിലത് ഒന്നും തന്നെ കിട്ടില്ല. അങ്ങനെയുള്ള കേസസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതെന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് കിട്ടാം. ഓക്കെ, ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് എന്ന് പറയാനകത്ത് നമുക്ക് ഇത്രയും ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ്. ഒന്ന്, നമ്മൾ ഹൈക്കോർട്ട് ജഡ്ജസിനും സുപ്രീം കോടതി ജഡ്ജസിനൊക്കെ കൊടുക്കുന്ന അലവൻസ് നമുക്ക് എന്തായിരിക്കുള്ളൂ, ഹൈക്കോടതി ജഡ്ജസിനും സുപ്രീം കോടതി ജഡ്ജസിനും ഒക്കെ കൊടുക്കുന്നത് എന്തായിരിക്കുള്ളൂ, അത് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ആണ്. ഓക്കെ, ഹൈക്കോടതി ജഡ്ജസിന് സുപ്രീം കോടതി ജഡ്ജസിന് കൊടുക്കുന്ന അലവൻസ് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ആണ്. അവർക്ക് എന്താണ് കോമ്പൻസേറ്ററി അലവൻസ് എന്നൊക്കെ പറഞ്ഞ് 222 അങ്ങനെയൊക്കെയുള്ള അലവൻസ് ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യും. അതൊക്കെ എന്താണ്, ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ടുള്ള അലവൻസ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ്, ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യൻ സിറ്റിസന്, അതായത് ഔട്ട്സൈഡ് ഇന്ത്യക്ക് ജോലി ചെയ്യുന്ന ഇന്ത്യൻ സിറ്റിസന് ഇന്ത്യൻ ഗവൺമെൻറ് സാലറി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ ഗവൺമെൻറ്റിന് വേണ്ടിയായിരിക്കില്ലേ പുറത്തു പോയി ജോലി ചെയ്യണത്. അപ്പോൾ ആ ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യൻ സിറ്റിസന് പുറത്തു പോയി ജോലി ചെയ്യണ ഇന്ത്യൻ സിറ്റിസന് കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അലവൻസ് ആണെന്നുണ്ടെങ്കിലും അതെന്തായിരിക്കുള്ളൂ, അതും എന്തായിരിക്കും, ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ആയിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഇന്ത്യൻ ഗവൺമെൻറ് ആർക്ക്, ഔട്ട്സൈഡ് ഇന്ത്യൻ സിറ്റിസൺ. ഓക്കെ, എങ്ങനെ എഴുതാം, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഓക്കെ, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, സ്പെല്ലിംഗ് ഒക്കെ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. പ്ലസ് എന്താണ്, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം പ്ലസ് എന്തായിരിക്കണം, ഔട്ട്സൈഡ് ഇന്ത്യയിലായിരിക്കണം വർക്ക് ചെയ്യണത് അല്ലേ. ഔട്ട്സൈഡ് ഇന്ത്യയിൽ വർക്ക് ചെയ്യണ ഇന്ത്യൻ സിറ്റിസന് കൊടുക്കുന്ന അലവൻസ് അതും എന്തായിരിക്കുള്ളൂ, അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്, അടുത്ത പറയാനുള്ളതാണ് UNO, യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷൻ, യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. ആ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻസ് എന്തെങ്കിലും അലവൻസ് പേ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതും എന്തായിട്ടാണ് വരുള്ളൂ, അതും ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ആയിട്ടേ വരുള്ളൂ. ഈ 3 അലവൻസ് ഇല്ലേ, ഈ 3 അലവൻസും 2 റെജീമിനും ഒരേപോലെയാണ്. ഓക്കെ, ഞാൻ 2 റെജീമിനും ഒരേപോലെയുള്ള അലവൻസ് ഞാനിങ്ങനെ വേറെ കളറായിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് റെഡ് തന്നെ കൊടുക്കാം. ഓക്കെ, ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 റെജീമിനും, അതായത് ഡിഫോൾട്ട് റെജീം ആണെങ്കിലും ശരി, എന്താണ് ഡിഫോൾട്ട് റെജീം ആണെന്നുണ്ടെങ്കിലും ശരി, ഓൾഡ് റെജീം ആണെന്നുണ്ടെങ്കിലും ശരി, എന്തായിട്ടാണ് 2 എണ്ണത്തിനും നമുക്ക് എന്തായിട്ട് വരുള്ളൂ, ഒരേപോലെ വരുള്ളൂ. അതായത് ഫുള്ളി എക്സംപ്റ്റഡ് ആണെന്നുള്ളത്. ഓക്കെ, 115 BAC എടുത്തവർക്കും ശരി, ഓൾഡ് റെജീം എടുത്തവർക്കും, നോർമൽ പ്രൊവിഷൻ എടുത്തവർക്കും ശരി, ഇത് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ആണ്, ഈ 3 അലവൻസും. ഓക്കെ, ഇനി ഫുള്ളി എക്സംപ്റ്റഡിൽ ഒരു അലവൻസും കൂടി വരുന്നുണ്ട്. അത് പക്ഷേ ഫുള്ളി എന്താണ്, ഓൾഡ് റെജീമിന് മാത്രമേ ഉള്ളൂ. ഏതാണിത്, സാർക്ക് മെമ്പേഴ്സിന്. സാർക്ക് മെമ്പർ നേഷൻ്റെ ഭാഗമായിട്ടുള്ള ടീച്ചേഴ്സിനും പ്രൊഫസേഴ്സിനും കിട്ടുന്ന അലവൻസ്. സാർക്ക് മെമ്പേഴ്സ് നേഷൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വരും, ഇന്ത്യ വരും. ഓക്കെ, ഇന്ത്യ വരും, ശ്രീലങ്ക വരും, പാകിസ്ഥാൻ വരും, അഫ്ഗാനിസ്ഥാൻ വരും, ബംഗ്ലാദേശ്, പിന്നെന്താണ്, ഭൂട്ടാൻ, നേപ്പാൾ, മാൽദീവ്സ്. എത്രണ്ണമായി, 8 എണ്ണമായ 8 നേഷൻസ് ഉണ്ട്. സാർക്ക് മെമ്പർ നേഷൻ്റെ ഭാഗമായിട്ട് 8 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്, ഇന്ത്യ 1 2 3 4 5 6 7 8 എണ്ണം. ഓക്കെ,
8 ഇത് നമുക്ക് എന്താണ് സാർക്ക് മെമ്പർ നേഷന്റെ ഭാഗമായിട്ട് വരും. അതെന്നുള്ളത് അവർക്ക് കിട്ടുന്ന ടീച്ചേഴ്സിനും പ്രൊഫസേഴ്സിനും കിട്ടുന്ന അലവൻസ് എന്തായിട്ട് എടുക്കുള്ളൂ, ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ആയിട്ട് എടുക്കുള്ളൂ. പക്ഷെ ഇതിന് ഞാനിവിടെ യെല്ലോ മാർക്ക് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഇവിടെ യെല്ലോ മാർക്ക് ചെയ്യാഞ്ഞത്? ഇവിടെ കിട്ടുന്ന ഈ അലവൻസ് മാത്രം ഓൾഡ് റെജീം എടുത്താൽ മാത്രമേ കിട്ടുള്ളൂ, ന്യൂ റെജീമിന് കിട്ടില്ല. അതുകൊണ്ടാണ് അവിടെ യെല്ലോ മാർക്ക് ചെയ്യാൻ. അപ്പം ന്യൂ റെജീമിന് കിട്ടുന്ന അലവൻസ് ഏതൊക്കെയാണ്? ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ഏതാണ്? ഹൈക്കോർട്ട് ജഡ്ജസിനും സുപ്രീം കോർട്ട് ജഡ്ജസിനും. അത് ന്യൂ റെജീമിനും ഓൾഡ് റെജീമിനും ഒരേപോലെ കിട്ടും. ഇന്ത്യൻ ഗവൺമെന്റ് ഇന്ത്യൻ സിറ്റിസന് ഔട്ട്സൈഡ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻ സിറ്റിസന് കൊടുക്കുന്ന അലവൻസ് അതും ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. രണ്ടുപേർക്കും ഒരേപോലെ കിട്ടും, രണ്ട് റെജീമിന് ഒരേപോലെ കിട്ടും. UNOയിൽ നിന്ന് കിട്ടുന്ന യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും അലവൻസ് കിട്ടുവാണെങ്കിൽ അതും രണ്ട് റെജീമിനും ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ആണ്. ഇനി സാർക്ക് മെമ്പർ നേഷന്റെ ഭാഗമായിട്ട് കിട്ടുന്ന സാർക്ക് മെമ്പറിന്റെ ഭാഗമായിട്ടുള്ള ടീച്ചേഴ്സിനും പ്രൊഫസേഴ്സിനും കിട്ടുന്ന അലവൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ഓൾഡ് റെജീം എടുത്തവർക്ക് മാത്രമേ കിട്ടുള്ളൂ. അത് അതൊക്കെയാണ് സാർക്ക് മെമ്പർ നേഷന്റെ ഭാഗമായിട്ട് വരുന്ന ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഏതൊക്കെയാണ്? ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, മാൽദീവ്സ് എന്നീ രാജ്യങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് ഇതിൽ കൊടുക്കാനുള്ളത് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസിൽ പറയാനുള്ളത്. ഇനി അടുത്താണ് പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസ്. ഓക്കെ, പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസിലും ഇതേപോലെ തന്നെ ഓൾഡ് റെജീമിനും ന്യൂ റെജീമിനും കിട്ടുന്ന അലവൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ കുറച്ചുണ്ട്. അതേപോലെ തന്നെ ബാലൻസ് ഉള്ളത് ഓൾഡ് റെജീമിന് മാത്രം കിട്ടുന്ന അലവൻസ് ഉണ്ട്. അതും ഇതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാം, രണ്ടുപേർക്കും കിട്ടുന്ന അലവൻസ് ഞാൻ യെല്ലോയിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ കൊടുക്കാൻ പോണ അലവൻസ് ആണ് ട്രാവലിംഗ് അലവൻസ്. ട്രാവലിംഗ് അലവൻസ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ടൂറ് പോകാൻ അല്ലെ, ഏതെങ്കിലും ട്രാൻസ്ഫറിന്റെ ഭാഗമായിട്ട് പോകുമ്പോൾ ഒക്കെ എംപ്ലോയിക്ക് കിട്ടുന്ന അലവൻസ് ആണ് ട്രാവലിംഗ് അലവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രാവലിംഗ് അലവൻസ് എന്ന് പറയും. ഇത് പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ചിലവായോ അത് എംപ്ലോയറുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്ത് അത് എന്ത് ചെയ്യുക, അത് നമുക്ക് റീഫണ്ട് തരും അല്ലേ. ആ ഒരു ആക്ച്വൽ എക്സ്പെൻസിന്റെ ബേസിസിൽ കിട്ടുന്ന അലവൻസ് ആയതുകൊണ്ടാണ് ഇതിന് പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ട്രാവലിംഗ് അലവൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, രണ്ട് റെജീമിനും ഒരേപോലെ എന്ത് ചെയ്യാം, പാർട്ട്ലി എക്സംപ്റ്റഡ് തന്നെയാണ്. രണ്ട് റെജീം എടുത്തവർക്കും പാർട്ട്ലി എക്സംപ്റ്റ്, അതായത് ആക്ച്വൽ ബേസിസിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന അലവൻസ് ആണ് ട്രാവലിംഗ് അലവൻസ് രണ്ട് റെജീമിനും. ഓക്കെ, ടൂറിനോ ട്രാൻസ്ഫറിനോ വേണ്ടി ചെലവാകുന്ന അലവൻസ്. രണ്ടാമത്തെയാണ് കൺവെയൻസ് അലവൻസ്. കൺവെയൻസ് അലവൻസും ഇതേപോലെ തന്നെയാണ്, രണ്ട് റെജീമിനും ഒരേപോലെ തന്നെ കിട്ടുന്ന അലവൻസ് ആണ്. അതായത് കൺവെയൻസ് അലവൻസ് എന്തിനു വേണ്ടി കിട്ടുന്നത്? ഏതെങ്കിലും ഒരു ബ്രാഞ്ച് വിസിറ്റ് ചെയ്യാൻ പറയുകയാണ്, റെഗുലർ ആയിട്ട് എന്തെങ്കിലും ഓഫീസ് വർക്കിന് എവിടെയെങ്കിലും പോകേണ്ടി വരും, അങ്ങനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന അലവൻസ് ആണ് കൺവെയൻസ് അലവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ കൺവെയൻസ് അലവൻസ് ആക്ച്വൽ എക്സ്പെൻസിന്റെ ബേസിസിലാണ് കിട്ടുന്നത്. ആക്ച്വൽ എത്ര എക്സ്പെൻസ് ആയോ അതിനനുസരിച്ച് നമുക്ക് കിട്ടും. മൂന്നാമത്തെയാണ് ഡെയിലി അലവൻസ്. ഡെയിലി അലവൻസ് എന്ന് പറയുന്നതും എന്താണ്, ആക്ച്വൽ ബേസിസിന്റെ അടിസ്ഥാനത്തിലാണ്. അതും ഡെയിലി കിട്ടുന്ന അലവൻസ്. ഓക്കെ, അതും എന്തായിരിക്കുള്ളൂ, അത് ആക്ച്വൽ ബേസിസിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ മൂന്നെണ്ണവും നമുക്ക് എന്തായിരിക്കും, ഓൾഡ് റെജീമിനും ന്യൂ റെജീമിനും ഒരേപോലെ തന്നെ കിട്ടുന്ന അലവൻസ് ആണ്, പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസ് ആണ്. അതായത് ആക്ച്വൽ എത്ര ചിലവായോ അതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന അലവൻസ് ആണ് പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസ് ആണ് ഈ മൂന്നെണ്ണം. ഓക്കെ, ഇത് മൂന്നെണ്ണം ഓൾഡ് റെജീമിനും ന്യൂ റെജീമിനും ഒരേപോലെ തന്നെ കിട്ടും. ഇനി അതേപോലെ തന്നെ പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസ് ഉണ്ട്. അത് ആർക്ക് മാത്രമാണ് ഇനി ഞാൻ പോണത്, യെല്ലോ മാർക്ക് ചെയ്യാൻ പോണില്ല. അതിന്റെ അർത്ഥം എന്താണ്, അത് ഓൾഡ് റെജീം എടുത്തവർക്ക് മാത്രം അല്ലെ, നോർമൽ പ്രൊവിഷന് മാത്രം കിട്ടുന്ന അലവൻസ് ആണ് ഇനി വരാൻ പോണത്. എന്താണ് ഹെൽപ്പർ അലവൻസ്? ഹെൽപ്പർ അലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതായത് നമുക്കൊരു എന്താണ് PA നെ വെച്ചു അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റിനെ വെച്ചു അങ്ങനെയൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ ആ അലവൻസ് എന്തായിരിക്കുള്ളൂ, ആ അലവൻസ് ആക്ച്വൽ എക്സ്പെൻസിന്റെ ബേസിസിൽ കിട്ടുന്ന അലവൻസ് ആണ് ഹെൽപ്പർ അലവൻസ്. അതേപോലെ തന്നെ ഒരു സെർവന്റ് അലവൻസ് ഇതിനോട് ചേർന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു സെർവന്റ് അലവൻസ് എന്ന് പറഞ്ഞ് ഇതിനോട് ചേർന്ന് നിങ്ങൾ പഠിച്ചോ എന്താണ് സെർവന്റ് അലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. സെർവന്റിന് കൊടുക്കുന്ന അലവൻസ്, സെർവന്റിന് വെച്ച് കൊടുക്കുന്ന അലവൻസ് ആണെങ്കിൽ ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. നമുക്കൊരു ഹെൽപ്പർ വന്നു അതിനായിട്ട് കൊടുക്കുന്ന അലവൻസ് ആണ്, അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അലവൻസ് തരുവാണെന്നുണ്ടെങ്കിൽ അത് പാർട്ട്ലി എക്സംപ്റ്റഡ് ആക്ച്വൽ എക്സ്പെൻസിന്റെ ബേസിസിലാണ്. പക്ഷേ സെർവന്റ് എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെയാണ് യൂണിഫോം അലവൻസ് എന്ന് പറയുന്നത്. യൂണിഫോം അലവൻസ് എന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കുള്ളൂ, അത്
അത് ആക്ച്വൽ എക്സ്പെൻസിൻ്റെ ബേസിസിലാണ്, പാർട്ട്ലി എക്സംപ്റ്റഡ് ആയ അലവൻസ് ആണ്. പക്ഷേ ഡ്രസ് അലവൻസ് എന്ന് പറഞ്ഞ് തരുവാണെങ്കിൽ, ഡ്രസ് അലവൻസ് ആണെങ്കിൽ ഫുള്ളി ടാക്സബിൾ ആണ്. അത് നിങ്ങൾ അത് രണ്ടും കണക്ട് ചെയ്ത് പഠിക്കണേ. ഹെൽപ്പർ അലവൻസ് ആക്ച്വൽ എക്സ്പെൻസിന്റെ ബേസിസിൽ, പക്ഷേ സെർവന്റ് അലവൻസ് ഫുള്ളി ടാക്സബിൾ. യൂണിഫോം അലവൻസ് ആക്ച്വൽ എക്സ്പെൻസിന്റെ ഭാഗമായിട്ട് പാർട്ട്ലി എക്സംപ്റ്റഡ് ആണ്. പക്ഷേ ഡ്രസ് അലവൻസ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ടാക്സബിൾ ആണ്. ഓക്കെ, ഇനി അടുത്തത് എന്താണ് പറയാൻ പോണത്? അക്കാദമിക് റിസർച്ച് അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അലവൻസ് എന്നൊക്കെ പറയും. ഓക്കെ, അക്കാദമിക് റിസർച്ച് അലവൻസ് അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറയും? പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അലവൻസ് എന്നും പറയും. ഓക്കെ, ഇതാണെന്നുണ്ടെങ്കിൽ എന്തിന്റെ ബേസിസിലാണ്? ആക്ച്വൽ എക്സ്പെൻസിന്റെ ബേസിസിൽ കിട്ടുന്ന അലവൻസ് ആണ്. അപ്പൊ ഈ ഹെൽപ്പർ അലവൻസ്, യൂണിഫോം അലവൻസ്, അക്കാദമിക് അലവൻസും ഓൾഡ് റീജിയൻ മാത്രം കിട്ടുള്ളൂ, ന്യൂ റെജീമുകാർക്ക് കിട്ടില്ല. ന്യൂ റെജീമുകാർക്ക് ഈ പാർട്ട്ലി എക്സംപ്റ്റഡിൽ വരണത് ഏതൊക്കെയാണ്? ആ 3 എണ്ണമാണ് കിട്ടണം. ഒന്ന് ട്രാവലിംഗ് അലവൻസ്, കൺവെയൻസ് അലവൻസ്, ഡെയിലി അലവൻസ്. ഓക്കെ, ഈ 3 എണ്ണമാണ്. ഇതിൽ 2 പേർക്കും ഒരേപോലെ കിട്ടണം. ഓൾഡിനും ന്യൂനും കിട്ടണത് ട്രാവലിംഗും കൺവെൻസും ഡെയിലി മാത്രമേ ഉള്ളൂ. പക്ഷേ എന്താണ് ഇവർക്ക് കിട്ടില്ല. എന്താണ് ഡിഫോൾട്ട് സെക്ഷന് കിട്ടാത്ത പാർട്ട്ലി അലവൻസ് ആണ് ഹെൽപ്പർ അലവൻസ്, യൂണിഫോം അലവൻസ്, അക്കാദമിക് റിസർച്ച് അലവൻസ്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ പോണതാണ് ഫുള്ളി ടാക്സബിൾ അലവൻസ്. ഓക്കെ, ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണെന്നുണ്ടെങ്കിലോ, ഫുള്ളി ടാക്സബിൾ അലവൻസ് എന്ന് പറഞ്ഞാൽ ഇതല്ലാത്ത എല്ലാ കാര്യങ്ങളും എന്തായിട്ട് പറഞ്ഞാൽ ഫുള്ളി ടാക്സ്. അതിനു മുന്നേ വേറൊരു കാര്യം കൂടി പഠിക്കാനുണ്ട്. എന്താണ്? നമുക്ക് ഇതിന്റെ കൂടെ പഠിക്കാനുള്ള ഒരു കാര്യമാണ്. എന്താണ്? ഒരു സീലിംഗ് ലിമിറ്റ്. ഓക്കെ, പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസ് എന്നുള്ളതിന്റെ കൂട്ടത്തിൽ പഠിക്കാനുള്ളതാണ്. സീലിംഗ് ലിമിറ്റിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന അലവൻസ്. സീലിംഗ് ലിമിറ്റിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന അലവൻസ്. സീലിംഗ് ലിമിറ്റിന്റെ ഭാഗമായിട്ട് കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ പറയേണ്ടത് ട്രാൻസ്പോർട്ട് അലവൻസ്. ട്രാൻസ്പോർട്ട് അലവൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എമൗണ്ട് എഴുതാം. 3200 പെർ മന്ത്. ഓക്കെ, 3200 പെർ മന്ത് നമുക്ക് ട്രാൻസ്പോർട്ട് അലവൻസ് ആയിട്ട് എന്ത് ചെയ്യും? നമുക്ക് സീലിംഗ് ലിമിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു എമൗണ്ട് എത്രയാണെങ്കിലും നമുക്ക് ആ 3200 വരേക്കുവേ നമുക്ക് അത് അലവൻസ് കിട്ടുള്ളൂ. അതിൽ കൂടുതൽ ചിലവായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് അതിന് ടാക്സ് കൊടുക്കേണ്ടി വരും. പക്ഷെ ഒരു മാസം പെർ മന്ത് 3200 വരേക്കും ആണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്താണ് എക്സംപ്റ്റഡ് ആയിട്ട് കാണിക്കാം. അതാണ് ആ സീലിംഗ് ലിമിറ്റിന്റെ ബേസിസിൽ. അതിൽ ഫസ്റ്റ് പറഞ്ഞാണ് ട്രാൻസ്പോർട്ട് അലവൻസ് എന്നുള്ളത്. ട്രാൻസ്പോർട്ട് അലവൻസ് എന്നുള്ളത് എന്താണ് ഉദ്ദേശിക്കുന്നത്? വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക്, വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക്, ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക്, അതിനെയാണ് ഈ ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറയുന്നത്. അതിന് എത്രയേ കിട്ടുള്ളൂ? 3200 പെർ മന്ത് വരേക്കും ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കുള്ളൂ? അത് എക്സംപ്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഇനി പക്ഷെ ഇത് കിട്ടുന്നത് ആരൊക്കെയൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡെഫ് ആയിട്ടുള്ളവർക്ക്, ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്ക്, ഡംബ് ആയിട്ടുള്ളവർക്ക്, ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക് മാത്രം കിട്ടുന്ന അലവൻസ് ആണ് ഈ ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറയുന്നത്. ഈ ട്രാൻസ്പോർട്ട് അലവൻസിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഈ ട്രാൻസ്പോർട്ട് അലവൻസ് ഈ സീലിംഗ് ലിമിറ്റിന്റെ ഹെഡിൽ പറഞ്ഞ ഈ ഒരേ ഒരു അലവൻസ് ആണ് 2 റെജീമിനും ഒരേപോലെ ടാക്സ് ചെയ്യാൻ പറ്റിയ, ഒരേപോലെ എന്ത് ചെയ്യാൻ പറ്റിയത് കിട്ടുന്ന അലവൻസ് ആണ്. സീലിംഗ് ലിമിറ്റിന്റെ ഹെഡിലുള്ള ഒരേ ഒരു അലവൻസ് മാത്രമേ 2 റെജീമിനും ഒരേപോലെ കിട്ടുള്ളൂ. അതാണ് ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്പോർട്ട് അലവൻസ് അപ്പോൾ എന്താണ്? 2 റെജീമിനും ഒരേപോലെ കിട്ടും. അതായത് ഡിഫോൾട്ട് റെജീം എടുത്താലും ശരിയാണ്, ന്യൂ റെജീം എടുത്താലും ശരിയാണ്, 2 റെജീമിനും ഒരേപോലെ കിട്ടുന്ന അലവൻസ് ആണ് ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കി ഇനി സീലിംഗ് ലിമിറ്റിന്റെ അണ്ടറിൽ പറഞ്ഞ ഒരു അലവൻസും ഡിഫോൾട്ട് റെജീമിന് കിട്ടില്ല. എല്ലാം ഓൾഡ് റെജീമിന് മാത്രമേ കിട്ടുള്ളൂ. അപ്പം ഞാൻ ഡിഫോൾട്ട് റെജീമിനും ഓൾഡ് റെജീമിനും ഒരേപോലെ കിട്ടുന്ന അലവൻസ് ഞാൻ എല്ലോയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. വീണ്ടും തെറ്റിപ്പോകാതിരിക്കാനാണ് ഞാൻ തിരിച്ചും റിപ്പീറ്റഡ് ആയിട്ട് പറയണത്. ഓക്കെ, ഇനി അടുത്ത സീലിംഗ് ലിമിറ്റിൽ പറഞ്ഞതാണ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്. അത് എപ്പോഴും അല്ലെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം എല്ലാത്തിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് പറഞ്ഞാൽ. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നത് 100 പെർ മന്ത് പെർ ചൈൽഡ്. 100 പെർ മന്ത് പെർ ചൈൽഡ്. മാക്സിമം എത്രയാണ്? മാക്സിമം 2 ചിൽഡ്രൻ.
ഓക്കെ, ഇതിലൂടെ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എന്നുള്ളത് ഓൾഡ് റെജീംകാർക്ക് മാത്രം കിട്ടുന്ന അലവൻസ് ആണ്. അത് കിട്ടുന്നത് 100 രൂപ, ഒരു മാസം 100 രൂപ വെച്ചിട്ടാണ്. അത് ഒരു ചിൽഡ്രന് 100 രൂപ വെച്ചിട്ട്. അപ്പോൾ 2 ചിൽഡ്രൻ ഉണ്ടെങ്കിൽ ഒരു മാസം എത്ര കിട്ടും? 200 രൂപ കിട്ടും. ഓക്കെ, അങ്ങനെ എത്ര ചിൽഡ്രൻ ഉണ്ട്? ഇപ്പോൾ ഒരു 4 കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ 4 പേർക്കും കിട്ടില്ല, 2 പേർക്ക്, മാക്സിമം 2 പേർക്ക് മാത്രം നമുക്ക് 100 രൂപ വെച്ചിട്ട് ഒരു കുട്ടിക്ക് 100 രൂപ എന്നുള്ള ബേസിസിൽ ഒരു മാസം 100 രൂപ എന്നുള്ള ബേസിസിൽ നമുക്കങ്ങനെ ഒരു വർഷത്തേക്ക് എടുക്കാൻ പറ്റും, അലവൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ 100 റുപ്പീസ് പെർ മന്ത് പെർ ചൈൽഡ്, മാക്സിമം 2 ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പഠിക്കാവുന്ന ഒന്നാണ് എന്താണ് ചിൽഡ്രൻ്റെ ഹോസ്റ്റൽ അലവൻസ്. ഈ ഹോസ്റ്റൽ അലവൻസിനും ഇതേപോലെ തന്നെയാണ്. എന്താണുള്ളത്? 300 പെർ മന്ത് പെർ ചൈൽഡ്, മാക്സിമം 2 ചിൽഡ്രൻ. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷൻ അലവൻസ് ആണെങ്കിൽ 100 റുപ്പീസ് ആണ്, ഹോസ്റ്റൽ അലവൻസ് ആണെന്നുണ്ടെങ്കിൽ 300 റുപ്പീസ് ആണ്. ഓക്കെ, ഈ 2 അലവൻസ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവുന്ന അലവൻസ് ആണ് ഈ 2 അലവൻസും. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് എന്നുള്ളത് ആർക്കേ കിട്ടുള്ളൂ? ന്യൂ റെജീമിന് കിട്ടുമോ? ഡിഫോൾട്ട് റെജീമിന് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല, ഓൾഡ് റെജീമിന് മാത്രമേ കിട്ടുള്ളൂ. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് 100 പെർ മന്ത് പെർ ചൈൽഡ്, മാക്സിമം 2 ചിൽഡ്രൻ. ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് ആണെങ്കിൽ 300 പെർ മന്ത് പെർ ചൈൽഡ്, മാക്സിമം 2 ചിൽഡ്രൻ. ഇനി ചിൽഡ്രൻ എന്നുള്ളത് എന്താണ്? മേജർ ആവാം, മൈനർ ആവാം, അതൊന്നും ഒരു പ്രശ്നമല്ല. ഓക്കെ, ചിൽഡ്രൻ എന്ന് പറയുന്നത് എന്താണ്? അഡോപ്റ്റഡ് ചിൽഡ്രൻ ആവാം, സ്റ്റെപ്പ് ചൈൽഡ് ആവാം. ഓക്കെ, പക്ഷെ എന്താവാൻ പാടില്ല? സ്റ്റെപ്പ് ചൈൽഡ് ആവാൻ പാടില്ല. എന്താവാൻ പാടില്ല? സ്റ്റെപ്പ് ചൈൽഡ്, അഡോപ്റ്റഡ് ചൈൽഡ് ആവാം, സ്റ്റെപ്പ് ചൈൽഡ് ആവാൻ പാടില്ല. അതേപോലെ തന്നെ ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡും ആവാൻ പാടില്ല. ഓക്കെ, ഇല്ല, തെറ്റി, ഞാൻ പറഞ്ഞത് തെറ്റി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേജർ ചൈൽഡ് എന്നുള്ളത് മേജറും മൈനറും ആവാം, സ്റ്റെപ്പ് ചൈൽഡ് ആവാം, ഗ്രാൻഡ് ചൈൽഡ് ആവാൻ പാടില്ല, ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡ് ആവാൻ പാടില്ല എന്നേ ഉള്ളൂ. സ്റ്റെപ്പ് ചൈൽഡ് ഓക്കെയാണ്. ഓക്കെ, സ്റ്റെപ്പ് ചൈൽഡ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ അലവൻസ് കിട്ടും, സ്റ്റെപ്പ് ചൈൽഡ് ആണെങ്കിലും നമുക്ക് ഈ അലവൻസ് കിട്ടും, സ്റ്റെപ്പ് ചൈൽഡ് ആണെങ്കിലും ഈ അലവൻസ് നമുക്ക് കിട്ടും. ഓക്കെ, ഞാനത് പറഞ്ഞത് അത് മിസ്റ്റേക്കാണ്. അപ്പോൾ ഗ്രാൻഡ് ചൈൽഡിന് കിട്ടില്ല, ഇല്ലെജിറ്റിമേറ്റ് ചൈൽഡിനും കിട്ടില്ല. ഓക്കെ, അത് ഓർമ്മയിൽ വെക്കുക. ഇത് ആർക്കേ കിട്ടുള്ളൂ? ഡിഫോൾട്ട് റെജീമിന് കിട്ടുമോ? ഇല്ല, കിട്ടില്ല. ഓൾഡ് റെജീം എടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. ഇനി ഒരെണ്ണമുണ്ട്, ഇനി വരുന്നതൊക്കെയാണ് ഒന്നും കൂടി നമ്മളത് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളാണ് ഇനി വരുന്നത്. ഇനി ഫസ്റ്റ് കേസാണ് ട്രൈബൽ ഏരിയ അലവൻസ്. ട്രൈബൽ ഏരിയ അലവൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ട്രൈബൽ ഏരിയ എന്ന് പറയുന്നത് ഏതൊക്കെ ഏരിയയാണ് ട്രൈബൽ ഏരിയ അലവൻസ് എന്നുള്ളതിൽ പെടുന്നത്? ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. 1 തമിഴ്നാടു. ഓക്കെ, അടുത്തത് ത്രിപുര, അടുത്തത് കർണാടക, അടുത്തത് വെസ്റ്റ് ബംഗാൾ, ആസാം, ഒറീസ, ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഇത്രയും ഏതാണ്? 9 പേര് വന്നില്ലേ? തമിഴ്നാട്, ത്രിപുര, കർണാടക, വെസ്റ്റ് ബംഗാൾ, ആസാം, ഒറീസ, ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്. ഇത്രയും പേരാണ് ട്രൈബൽ ഏരിയ അലവൻസ് കിട്ടുന്നവർ. ഓക്കെ, ഇത്ര ഏരിയയിൽ പെടുന്നവർക്കാണ് കിട്ടുന്നത്. അത് എത്ര രൂപയാണ് കിട്ടുന്നത്? 200 ആണ്. 200 പെർ മന്ത് ആണ് ട്രൈബൽ ഏരിയ അലവൻസ് കിട്ടുന്നത്. ഓക്കെ, ട്രൈബൽ ഏരിയ അലവൻസ് കിട്ടുന്നത് 200 പെർ മന്ത് ആണ്. ഇനി അടുത്തത് എന്താ? ട്രൈബൽ ഏരിയ അലവൻസ് ഉണ്ട്, അതേപോലെ തന്നെ ഹിൽ ഏരിയ അലവൻസ് ഉണ്ട്. ഹിൽ ഏരിയ അലവൻസ് ആണെന്നുണ്ടെങ്കിലോ 300 പെർ മന്ത് ആണ്. ഹിൽ ഏരിയ അലവൻസ് കിട്ടുന്നത് 300 പെർ മന്ത് ആണ്. ഓക്കെ, ഇനി എന്താണ്? ഹിൽ ഏരിയ അലവൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? അണ്ടർഗ്രൗണ്ട് അലവൻസ് ഉണ്ട്. ഓക്കെ, അണ്ടർഗ്രൗണ്ട് അലവൻസ് ഉണ്ട്, അത് 800 പെർ മന്ത് കിട്ടും. അണ്ടർഗ്രൗണ്ട് അലവൻസ് എത്ര കിട്ടുന്നത്? 800 പെർ മന്ത് കിട്ടും. ഓക്കെ, ഹിൽ ഏരിയ അലവൻസ്, അപ്പോൾ ട്രൈബൽ ഏരിയ അലവൻസ് 200, അണ്ടർഗ്രൗണ്ട്
800, ഹിൽ ഏരിയ അലവൻസ് 300. ഇനി എന്താണ് ഹൈ ആൾട്ടിറ്റ്യൂഡ് അലവൻസ്. ഹൈ ആൾട്ടിറ്റ്യൂഡ് അലവൻസ് എന്ന് മാത്രം പറയുവാണെന്നുണ്ടെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് അലവൻസ് എന്ന് മാത്രം പറഞ്ഞ് 800 പെർ മന്ത് എടുക്കാം. ഇനി ഹൈ ആൾട്ടിറ്റ്യൂഡ് അലവൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? മെമ്പർ ഓഫ് ആംഡ് ഫോഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് അലവൻസ് മെമ്പർ ഓഫ് ആംഡ് ഫോഴ്സ് എന്നും കൂടി പറയുവാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഫീറ്റ് നോക്കണം. അതായത് 9000 ഫീറ്റിലിരുന്ന് 15,000 ഫീറ്റ് വരേക്കുവാണെന്നുണ്ടെങ്കിൽ 1060 പെർ മന്ത് ആണ്. ഓക്കെ, അതല്ല 15,000 മേലെ, എബവ് 15,000 മേലെ പോവുകയാണെന്നുണ്ടെങ്കിൽ 1600 പെർ മന്ത് ആണ്. ഓക്കെ, അപ്പോൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് അലവൻസ് എന്ന് മാത്രം കൊടുക്കുകയാണെങ്കിൽ 800 പെർ മന്ത് എടുക്കുക. ഹൈ ആൾട്ടിറ്റ്യൂഡ് അലവൻസ് ആർക്കാണ്? ഹൈ ആൾട്ടിറ്റ്യൂഡ് മെമ്പർ ഓഫ് ആംഡ് ഫോഴ്സിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ഏരിയ കൊടുത്തിട്ടുണ്ടാവണം. 9000 ഇരുന്ന് 15,000 ഫീറ്റ് വരേക്കുവാണെങ്കിൽ 1060 പെർ മന്തും 15,000 ഫീറ്റിന് മേലെയാണെന്നുണ്ടെങ്കിൽ 1600 പെർ മന്തുമാണ് കിട്ടുന്നത്. ഇനി അടുത്താണ് സ്നോ ബൗണ്ട് ഏരിയ അലവൻസ്. സ്നോ ബൗണ്ട് ഏരിയ അലവൻസ് എന്ന് പറയുന്നത് സ്നോ ബൗണ്ട് ഏരിയ അലവൻസ് എന്ന് പറയുന്നത് എവിടെയാണ്? സിയാച്ചിൻ, അത് ജമ്മു ആൻഡ് കാശ്മീരിന്റെ സിയാച്ചിൻ ഏരിയസിലാണ് കിട്ടുന്നത്. അത് 7000 പെർ മന്ത് കിട്ടും. 7000 പെർ മന്ത് കിട്ടും. ഇനി ഐലൻഡ് അലവൻസ്. ഐലൻഡ് അങ്ങനെ പല എന്താ പറയുക, പല ഏരിയ ഐലൻഡായിട്ട് റിലേറ്റ് ചെയ്ത അലവൻസ്. ഐലൻഡായിട്ടുള്ള റിലേറ്റ് ചെയ്ത അലവൻസ് 2,250 പെർ മന്ത്. 3,250 പെർ മന്ത്. എത്രയാണ്? 3,250 പെർ മന്ത്. ഇനി ട്രക്ക് ഡ്രൈവേഴ്സ് അലവൻസ്. ട്രക്ക് ഡ്രൈവേഴ്സ് അലവൻസ് വരാൻ നേരത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രക്ക് ഡ്രൈവേഴ്സ് അലവൻസിന് ഡെയിലി അലവൻസ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്കിത് കിട്ടില്ല. ഇനി ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് മാത്രമേ ഈ ട്രക്ക് ഡ്രൈവേഴ്സ് അലവൻസ് കിട്ടുള്ളൂ. അതൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഡെയിലി അലവൻസ് പാടില്ല. ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യണവരായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ എന്തായിരിക്കണം? അതേപോലെ തന്നെ ഇവർക്ക് കിട്ടുന്ന അലവൻസ് എന്തായിരിക്കണം? ഇവർക്ക് കിട്ടുന്ന അലവൻസ് എന്ന് പറഞ്ഞാൽ ഒന്നില്ല എന്നുണ്ടെങ്കിൽ 10,000 പെർ മന്ത്. 10,000 പെർ മന്ത്. ഓക്കെ, 10,000 പെർ മന്ത് ഇങ്ങനെ എഴുതാം. 10,000 പെർ മന്ത്. അതല്ലാന്നുണ്ടെങ്കിൽ ഓർ എന്തായിരിക്കുള്ളൂ? 70% ഓഫ് അലവൻസ്. 70% ഓഫ് അലവൻസിൻ്റെ 70%. ഇതിൽ ഏതാണ് ലോവർ എന്ന് നോക്കിയിട്ടാണ് ഇവർക്ക് ഇത് കിട്ടുന്നത്, ട്രക്ക് ഡ്രൈവേഴ്സ് അലവൻസ്. അപ്പോൾ ട്രക്ക് ഡ്രൈവേഴ്സ് അലവൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ്? ട്രക്ക് ഡ്രൈവേഴ്സ് അലവൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡെയിലി അലവൻസ് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ട്രക്ക് ഡ്രൈവേഴ്സ് അലവൻസ് കിട്ടില്ല. അത് ഫസ്റ്റ് കാര്യം. പിന്നെ എന്താണ്? ട്രാൻസ്പോർട്ട് ഏരിയാസിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ട്രക്ക് ഡ്രൈവേഴ്സ് അലവൻസ് കിട്ടുള്ളൂ. അത് സെക്കൻഡ്. തേർഡ് എന്ന് പറഞ്ഞാൽ ലോവർ ഓഫ് 10,000 പെർ മന്ത് അല്ലെങ്കിൽ 70% ഓഫ് അലവൻസ്. ഇതിൽ ഏതാണ് ലോവർ അതനുസരിച്ച് നമുക്ക് ഇതിൽ അലവൻസ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇത്തരം കാര്യങ്ങളാണ്. ഇനി ഇതല്ലാത്ത കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കുള്ളൂ? അത് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഈ രണ്ടാമത്തെ ഹെഡിൽ നമ്മൾ പഠിച്ചത് 2 ഹെഡായിട്ടാണ് ഇവിടെ പഠിച്ചത് അല്ലേ? പാർട്ട്ലി പാർട്ട്ലി എക്സംപ്റ്റഡ് അലവൻസ് നമ്മൾ 2 ഹെഡായിട്ട് പഠിച്ചു. ഒന്ന് ട്രാവലിംഗ് അലവൻസ്, കൺവെയൻസ് അലവൻസ്, ഡെയിലി അലവൻസ്. ആ ഫസ്റ്റ് ഹെഡിൽ പാർട്ട്ലി എക്സംപ്റ്റഡിന്റെ ഫസ്റ്റ് പാർട്ടിൽ എന്താണ്? ഈ 3 അലവൻസും 2 സീലിംഗ് ലിമിറ്റിലുള്ളവർക്ക് 2 റിജീമിലുള്ളവർക്കും കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ അതിലുള്ള എക്സ്ട്രാ അലവൻസ്, ഹെൽപ്പർ അലവൻസ്, യൂണിഫോം അലവൻസ്, അക്കാദമിക് അലവൻസ്. പിന്നെ സീലിംഗ് ലിമിറ്റിന്റെ ബേസിസിൽ കിട്ടുന്ന അലവൻസ് ഉണ്ടെന്ന് പറഞ്ഞു. സീലിംഗ് ലിമിറ്റിന്റെ ബേസിസിൽ കിട്ടുന്ന അലവൻസ് ആണ് ട്രാൻസ്പോർട്ട് അലവൻസ്, ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്, ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് എന്നുള്ളത്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആണെങ്കിൽ 100 പെർ മന്ത് പെർ ചൈൽഡ്, മാക്സിമം 2 ചിൽഡ്രൻ. ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് ആണെങ്കിൽ 300 പെർ മന്ത് പെർ ചൈൽഡ്, മാക്സിമം 2 ചിൽഡ്രൻ. അതിൽ ട്രാൻസ്പോർട്ട് അലവൻസ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? 3,200 എന്നുള്ളത് മാത്രമേ എന്ത് കിട്ടുള്ളൂ? 2 റെജീംകാർക്കും കിട്ടുള്ളൂ. ആ ട്രാൻസ്പോർട്ട് അലവൻസ് കിട്ടണമെന്നുണ്ടെങ്കിലുള്ള കണ്ടീഷൻസ് നമ്മൾ നോക്കിയതാണ്. പിന്നെയുള്ളതാണ് ഏരിയ ബേസ്ഡ് അലവൻസ്, ട്രൈബൽ ഏരിയ അലവൻസ്. ആ ട്രൈബൽ ഏരിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെ സ്റ്റേറ്റിലായിരിക്കണം എന്നുള്ളതുണ്ട്. അവർക്ക് 200 പെർ മന്ത് ആണ്. ഹിൽ ഏരിയ അലവൻസ് 300 പെർ മന്ത് ആണ്. അണ്ടർഗ്രൗണ്ട് ഏരിയ അലവൻസ് 800 പെർ മന്ത് ആണ്. ഹൈ അൾട്ടിറ്റ്യൂഡ് അലവൻസ് എന്ന് പറഞ്ഞാൽ 800 ആണ്. ഹൈ അൾട്ടിറ്റ്യൂഡ് ഏരിയ ആംഡ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 9,000 15,000 ഫീറ്റ് ആണെന്നുണ്ടെങ്കിൽ 1,060, 50,000 ഫീറ്റിന് മേലെയാണെന്നുണ്ടെങ്കിൽ 1,600 പെർ മന്തുമാണ്. സ്നോ ബൗണ്ട് ഏരിയ അലവൻസ് ആണെങ്കിൽ 7,000 പെർ മന്ത് ആണ്. ഐലൻഡ് അലവൻസ് ആണെങ്കിൽ 3,250 ആണ്.
ഇനി ട്രക്ക് ഡ്രൈവേഴ്സ് അലവൻസ് അതിൽ പറഞ്ഞതാണ്. ട്രക്ക് ഡ്രൈവേഴ്സ് അലവൻസ് ആണെങ്കിൽ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യണവരായിരിക്കണം. അതേപോലെ തന്നെ എന്തും കൂടി നോക്കണം, അവർക്ക് ഡെയിലി അലവൻസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ അലവൻസ് കിട്ടില്ല. അപ്പോൾ ഈ അലവൻസ് ഫുള്ളി ടാക്സബിൾ ആയിട്ട് മാറും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ലോവർ ആയിട്ട് നോക്കണം ഏതാണ്, ഒന്നില്ലെങ്കിൽ 10,000 പെർ മന്ത് അല്ലെങ്കിൽ 70% ഓഫ് അലവൻസ്. ഇതിൽ ഏതാണ് ലോവർ അത് മാത്രമേ ഈ ട്രക്ക് ഡ്രൈവേഴ്സ് അലവൻസിന് കിട്ടുള്ളൂ. ഈ ഇത്രയും നമ്മൾ പഠിച്ചതിൽ നിന്ന് ഇതിൽ പെടാത്ത എല്ലാ സംഭവങ്ങളും നമ്മൾ എന്തായിട്ടേ വരുള്ളൂ, ഫുള്ളി ടാക്സബിൾ അലവൻസ് ആയിട്ടേ എടുക്കുകയുള്ളൂ. അപ്പോൾ ഫുള്ളി ടാക്സബിൾ അലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനിയും പറയാവുന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ പറഞ്ഞല്ലാതെ കുറച്ചും കൂടി പറയും. ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞു, നമ്മൾ പറഞ്ഞു സെർവൻ്റ് അലവൻസ് അല്ലേ, അവിടെ ഹെൽപ്പർ അലവൻസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സെർവൻ്റ് അലവൻസ് എന്ന്. ഈ സെർവൻ്റ് അലവൻസ് എന്ന് പറയുന്നതും എന്തായിട്ടുള്ളൂ, ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. പിന്നെ നമ്മളവിടെ പറഞ്ഞു എന്ത് പറഞ്ഞ യൂണിഫോം അലവൻസ് പറഞ്ഞു തന്നെ. അപ്പോൾ പറഞ്ഞു ഡ്രസ് അലവൻസ് എന്ന്. ഈ ഡ്രസ് അലവൻസ് എന്താണ്, ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. അതേപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്താണ്, എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എന്താണ്, അതും ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. ഡിയർനെസ് അലവൻസ്, ഡിയർനെസ് അലവൻസ് DA എന്ന് പറയുന്നത് ഡിയർനെസ് അലവൻസ് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. ഓവർ ടൈം അലവൻസ് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. പിന്നെ എന്താണ് ഫിക്സഡ് മെഡിക്കൽ അലവൻസ്, മെഡിക്കൽ പെർക്യൂസിറ്റിലൊന്നും പഠിക്കാനുണ്ട്. അപ്പോൾ അലവൻസും ഇതും കൂടി കൺഫ്യൂസിങ് ആവരുത്. ഇത് മെഡിക്കൽ അലവൻസ് ആണ്. ഓക്കെ, അലവൻസ് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. ഓക്കെ, പിന്നെ എന്താ സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, വേറൊരു സിറ്റിയിലേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്ത് വിടുവാണെന്നുണ്ടെങ്കിൽ അവിടെ ത്തേക്കുള്ള അലവൻസ് കോമ്പൻസേറ്ററി അലവൻസ്. കോമ്പൻസേറ്ററി അലവൻസ് എന്താണ്, അതും ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. പിന്നെ ഫുഡ് അലവൻസ്, അതായത് എന്താണ് ലഞ്ച് ഡിന്നർ, ഓക്കെ ലഞ്ച് ഡിന്നർ അലവൻസ്, ടിഫിൻ അലവൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ടിഫിൻ അലവൻസ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, അതും നമുക്ക് ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. പിന്നെ ഏതായാലും പറഞ്ഞത് ഇൻ്ററിം അലവൻസ്, ഇൻ്ററിം അലവൻസ്, ഇൻ്ററിം അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്. അതർ ക്യാഷ് അലവൻസ്, ഏതെങ്കിലും വേറെ ക്യാഷ് അലവൻസ് അതും ടാക്സബിൾ അലവൻസ് ആണ്. പിന്നെ ട്രാൻസ്പോർട്ട് അലവൻസ് എന്താണ്, ബ്ലൈൻഡ് ഇത് ഡെഫ് ഡം ആയിരിക്കണവർക്ക് 3,200 ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതല്ലാത്തവർക്കുള്ള അലവൻസ് ട്രാൻസ്പോർട്ട് അലവൻസ് എല്ലാം എന്തായിരിക്കുള്ളൂ, അത് ഫുള്ളി എന്തായിരിക്കും, ഫുള്ളി ടാക്സബിൾ ആയിരിക്കുള്ളൂ. ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. പിന്നെ എന്താണ് നോൺ പ്രാക്ടീസിങ് അലവൻസ്, നോൺ പ്രാക്ടീസിങ് അലവൻസ്. ഇപ്പോൾ പ്രൊഫഷണൽസിനെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ എടുക്കുവാണെങ്കിൽ അവർക്ക് പ്രാക്ടീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു എമൗണ്ട് കിട്ടുമല്ലോ. അപ്പോൾ അവർ പ്രാക്ടീസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നോൺ പ്രാക്ടീസിങ് അലവൻസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും എന്തായിരിക്കുള്ളൂ, അതും ഫുള്ളി ടാക്സബിൾ ആണ്. ഇനി ഏതാ പറയാനുള്ളത്, പ്രോജക്റ്റ് അലവൻസ്. ഓക്കെ, പ്രോജക്റ്റ് അലവൻസ് അതും ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. പിന്നെ എന്താണ് വാർഡൻ അലവൻസ്, അത്രയേ ഉള്ളൂ. ഓക്കെ, വാർഡൻ അലവൻസ് അതും എന്തായിട്ടാണ്, ഫുള്ളി ടാക്സബിൾ അലവൻസ് ആണ്. അപ്പോൾ ഇത്രയാണ് ഫുള്ളി ടാക്സബിൾ അലവൻസിൻ്റെ കേസസിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫുള്ളി ടാക്സബിൾ അലവൻസ് ഒന്നും എന്തായിട്ട് വരില്ല, നമുക്ക് എന്താണ് ഓൾഡ് റെജീം ആണെങ്കിലും ന്യൂ റെജീം ആണെങ്കിലും എല്ലാവർക്കും അത് ഫുള്ളി ടാക്സബിൾ തന്നെ ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ന്യൂ റെജീമിന് കിട്ടുന്ന ബാലൻസ് ഉള്ള അലവൻസിൽ ഏതൊക്കെ മാത്രമേ എന്താണ് ന്യൂ റെജീമിന് കിട്ടുള്ളൂ എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓക്കെ, അത് കൺഫ്യൂസിങ് ആവരുത്. എല്ലോ മാർക്ക് ചെയ്തത് മാത്രമേ രണ്ട് റെജീമിനും കിട്ടുള്ളൂ. ഇനി അടുത്തതാണ് നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് എന്താണത്, HRA, ഹൗസ് റെന്റ് അലവൻസ്. ഹൗസ് റെന്റ് അലവൻസ് ഏതിലാ പഠിക്കാനുള്ളത്, 1013A. ഓക്കെ, ഹൗസ് റെന്റ് അലവൻസ് എന്നുള്ളത്, ഹൗസ് റെന്റ് അലവൻസ് ഇമ്പോർട്ടന്റ് ആണ്. ഹൗസ് റെന്റ് അലവൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഹൗസ് റെന്റ് അലവൻസിൽ എന്താ പറയാനുള്ളത്, ഹൗസ് റെന്റ് അലവൻസ് പക്ഷെ കിട്ടുന്നത് ആർക്ക് മാത്രമേ കിട്ടുള്ളൂ, ന്യൂ റെജീമിന് കിട്ടില്ല, ഓൾഡ് റെജീമിന് മാത്രമേ കിട്ടുള്ളൂ. അത് പ്രത്യേകം ഓർക്കുക, ഓൾഡ് റെജീമിന് മാത്രം ഉള്ളതാണ് എന്ത് പറയണത്, ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താന്ന് നോക്കാം, അതിന്റെ ട്രീറ്റ്മെന്റ് ഫസ്റ്റ് നോക്കാം. അതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മിനിമം എടുക്കണം. ഇനി പറയുന്നതിൽ മിനിമം ആണ് നമ്മൾ എടുക്കേണ്ടത്. ഏതൊക്കെയാണ്, ആക്ച്വലി റിസീവ്ഡ്. ഓക്കെ, റിസീവ്ഡ് എത്രയാണോ, ആക്ച്വൽ എത്ര നമുക്ക് HRA ആയിട്ട് കിട്ടി, അത് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെന്റ് പെയ്ഡ്, റെന്റ് എത്ര നമ്മൾ പേ ചെയ്തോ അത് മൈനസ് 10% ഓഫ് സാലറി. 10% ഓഫ് സാലറി, അതൊരു എമൗണ്ട്.
തേർഡ് പറഞ്ഞത് 2 കേസ് വരും. ഒന്ന് മെട്രോ സിറ്റി ആൻഡ് അല്ലെങ്കിൽ അതർ പ്ലേസ്. മെട്രോ സിറ്റി ആണെന്നുണ്ടെങ്കിൽ 50% ഓഫ് സാലറി. അതർ സിറ്റി ആണെന്നുണ്ടെങ്കിൽ 40% ഓഫ് സാലറി. ഓക്കെ, ഇതിൽ ഏതാണോ മിനിമം അതാണ് നമ്മൾ HRA നിന്ന് മൈനസ് ചെയ്യേണ്ടത്, നമുക്ക് എക്സംഷൻ കിട്ടുന്ന എമൗണ്ട്. അപ്പോൾ ഏതൊക്കെ നോക്കണം? ആക്ച്വൽ HRA, റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. പിന്നെ മെട്രോ ആണെന്നുണ്ടെങ്കിൽ 50% ഓഫ് സാലറി നോക്കാം. മെട്രോ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ചെന്നൈ, മുംബൈ, ഡൽഹി, കൽക്കട്ട. ഈ സ്ഥലങ്ങളാണ് മെട്രോ സിറ്റീസ്. ആ മെട്രോ സിറ്റിയിലെ ആളെന്നാണ് പറഞ്ഞതെന്നാണെന്നുണ്ടെങ്കിൽ അവർക്ക് 50%, അതർ സിറ്റി ആണെങ്കിൽ 40% സാലറി. ഓക്കെ, ഇവിടെ ഭരണേന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് കൺഫ്യൂസ് ആവരുത്. നമ്മുടെ പ്ലേസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണ് ഇവിടെ നോക്കണത്. ഓക്കെ, പ്ലേസ് ഓഫ് റെസിഡൻസ് അല്ല, പ്ലേസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണ് നോക്കണത്. ഓക്കെ, ഇനി എക്സംഷൻ എങ്ങനെയാണ് കിട്ടാതിരിക്കുന്ന കേസുകളുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണ് റെന്റിന് താമസിക്കണില്ല, നമുക്ക് ഓൺ ഹൗസ് ആണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ HR കിട്ടില്ല. നമ്മൾ റെന്റ് കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ, ആക്ച്വലായിട്ട് റെന്റ് പേ ചെയ്താൽ മാത്രമേ നമ്മൾ എന്താണ് നമുക്ക് ഇത് കിട്ടുള്ളൂ, HRA കിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ സാലറി എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരുള്ളൂ? ബേസിക് പ്ലസ് DA റിട്ടയർമെന്റിന്റെ ഭാഗമായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ എന്താണ് കമ്മീഷൻ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. അത് ഞാൻ നിങ്ങൾക്ക് പഠിക്കണതിന് ഒരു എളുപ്പം നമുക്ക് റിട്ടയർമെന്റ് ബെനിഫിറ്റ് പറഞ്ഞതിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരു എളുപ്പ വഴിയുണ്ട്. ഇപ്പം നിങ്ങളിങ്ങനെ പഠിച്ചു സാലറി ബേസിക് പ്ലസ് DA. അതെന്തായിരിക്കണം? റിട്ടയർമെന്റിന്റെ ഭാഗമായിട്ടുള്ള DA. ഓക്കെ, റിട്ടയർമെന്റിന്റെ ഭാഗമായിട്ടുള്ള DA ആയിരിക്കണം. പിന്നെ പ്ലസ് കമ്മീഷൻ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. കമ്മീഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ടേൺ ഓവറിന്റെ ഭാഗമായിട്ടുള്ള കമ്മീഷൻ ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെന്ന് അതാണ് ഈ സാലറി എന്നുള്ളതിൽ പറഞ്ഞത്. റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി എന്നൊക്കെ പറയണില്ലേ? അല്ലെങ്കിൽ മെട്രോ സിറ്റി 50% ഓഫ് സാലറി, അതർ സിറ്റി 40% സാലറി. ഈ സാലറി എന്ന് പറയുന്നത് ബേസിക് പ്ലസ് DA ആസ് എ DA എന്ന് പറഞ്ഞാൽ റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ ഭാഗമായിരിക്കണം. കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവറിന്റെ ഭാഗമായിരിക്കണം. ഓക്കെ, അതാണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അപ്പോൾ HRA എന്തൊക്കെയാണ് എടുക്കേണ്ടത്? HRA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നോക്കേണ്ടത് നമ്മൾ എന്താണ്? നമ്മൾ റെന്റ് ആക്ച്വലായിട്ട് പേ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. നമുക്ക് ഓൺ ഹൗസ് ആ ഒരു സ്ഥലത്ത് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, പിന്നെ അവിടെ നമുക്ക് എന്താണ് മിനിമം നോക്കണം. ആക്ച്വൽ HRA റിസീവ്ഡ് റെന്റ് പെയ്ഡ് മൈനസ് 10% ഓഫ് സാലറി. മെട്രോ സിറ്റി ആണെങ്കിൽ 50% സാലറി, അതർ സിറ്റി ആണെങ്കിൽ 40% സാലറി. സാലറി എന്ന് പറഞ്ഞാൽ ബേസിക് പ്ലസ് DA റിട്ടയർമെന്റ് ബെനിഫിറ്റിന്റെ ഭാഗമായിരിക്കണം. കമ്മീഷൻ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. ഓക്കെ, ഇത്രയാണ് ഇതുള്ളത്. ഇനി നമുക്ക് എന്താണ് അടുത്തത് നമുക്ക് നോക്കാം.